പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു സമയം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 401 എന്ന് പറയുന്ന റൂളാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നുകൂടി ഞാനൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ തരാം. നമ്മൾ കുറച്ച് മുമ്പ് കുറേ വീഡിയോസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ജയിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായം 30 എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അധ്യായം 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവധിയെക്കുറിച്ചാണ് പറയുന്നത്. ആരുടെ അവധിയാണ്? നമ്മുടെ തടവുകാരുടെ അവധിയെക്കുറിച്ചാണ് അധ്യായം 30 പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 397 ആദ്യം തുടങ്ങിയത്. 397 റൂൾ നമ്പർ 397 പറയുന്നത് വിവിധ തരം അവധികളെക്കുറിച്ചാണ്. അത് കഴിഞ്ഞ് നമ്മൾ 398 പഠിച്ചു, തടവുകാർ ഗുരുതരമായ രോഗബാധിതനായാൽ 398. അത് കഴിഞ്ഞ് നമ്മൾ 399 പഠിച്ചു. എന്തായിരുന്നു? പുനരവലോകന സമിതിയെക്കുറിച്ചാണ് 399 പറയുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തി ഏതായിരുന്നു? അത് 400 ആണ്. 400 പറയുന്നത് എന്താണ്ടാ, അടിയന്തര അവധിയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇത് കാണുന്നവരെന്ത് ചെയ്യുക, അതും കൂടി കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റൂൾ നമ്പർ 401. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ കുറച്ചും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈക്കോളജി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചാടി അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ 401 റൂൾ നമ്പർ 401 പറയുന്നത് എന്താണ്? അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കലാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ഈ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടുപോകും. നമ്മുടെ ഈ ഒരു പാരഗ്രാഫൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ എന്തുണ്ട് അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ബുക്കും പേനയായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ പാരഗ്രാഫിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ ഞാനിതിൽ റെഡ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് സമയം കളയാണ്ട് തുടങ്ങാം. അപ്പോൾ 401 റൂൾ നമ്പർ 401 പറയുന്നത് എന്താണ്ടാ, അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കൽ. നമ്മൾ 400 അടിയന്തര അവധിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ 401 പറയുന്നത് എന്താണ്, അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കൽ. അപ്പോൾ അതെന്താണ് പറയുന്നത്, പരമാവധി 45 ദിവസം കഴിയാതെ അടിയന്തര അവധി ദീർഘിപ്പിക്കുവാനുള്ള അധികാരം ആർക്കാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? നമ്മുടെ ജയിൽ സൂപ്രണ്ടിനല്ല നിക്ഷിപ്തമായിരിക്കുന്നത്, അത് സർക്കാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ജയിൽ സൂപ്രണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ആർക്കാണ് അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? സർക്കാരിലാണ് അധികാരം നിക്ഷിപ്തം ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 401 പറയുന്നത് അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കൽ, നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യമാണ് 401. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, പരമാവധി 45 ദിവസം കഴിയാതെ ഒരു അടിയന്തര അവധി ദീർഘിപ്പിക്കുവാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? നമ്മുടെ സർക്കാരിനാണ് ഉള്ളത്. ഇതാണ് 401 പറയുന്നത്. സിമ്പിളാണ്, ക്ലിയറാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത് പറയുന്നത് 402 അവധിക്കുള്ള അപേക്ഷകളാണ്. അപ്പോൾ നമ്മുടെ റൂൾ നമ്പർ 402 പറയുന്നത് എന്താണ്ടാ, അവധിക്കുള്ള അപേക്ഷകൾ. റൂൾ നമ്പർ 402 അവധിക്കുള്ള അപേക്ഷകൾ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യ സാധാരണ അവധിക്കുള്ള അപേക്ഷ ആർക്ക് കൊടുക്കണം? ഡയറക്ടർ ജനറൽക്കാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് അവധി എന്ന് പറയുന്ന അധ്യായമാണ്. അധ്യായം 30 അവധിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ റൂൾ നമ്പർ 402 പറയുന്നത് എന്താണ്, അവധിക്കുള്ള അപേക്ഷകളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ അവധിക്കുള്ള അപേക്ഷകൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു പ്രിസൺ നമ്മുടെ തടവുകാരന് അവധിക്കുള്ള അപേക്ഷ കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഒന്നാമത് പറഞ്ഞത് ആദ്യ സാധാരണ അവധിക്കുള്ള അപേക്ഷ. ഒരു തടവുകാരന് എപ്പോഴാണ് സാധാരണ അവധി കിട്ടുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പോഴും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായിപ്പോകും. ഓക്കെ, അത് കണ്ടിട്ട് വരിക കാണാത്തവരൊക്കെ. അപ്പോൾ ആദ്യ സാധാരണ അവധിക്കുള്ള അപേക്ഷ, ഒരു തടവുകാരന് ആദ്യമായിട്ട് ഒരു സാധാരണ അവധിക്കുള്ള അപേക്ഷ ആർക്കവൻ കൊടുക്കണം? അവൻ അത് കൊടുക്കേണ്ടത് ഡയറക്ടർ ജനറൽക്കാണ് അത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു അവധിക്ക് അപേക്ഷയ്ക്ക് ആർക്ക് കൊടുക്കണം? ഡയറക്ടർ ജനറൽക്ക് കൊടുക്കണം. അടുത്ത് അടിയന്തര അവധിക്കുള്ള അപേക്ഷകൾ
അവധി അനുവദിക്കപ്പെടേണ്ട തടവുകാരൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജയിലിലെ സൂപ്രണ്ടിനാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സാധാരണ അവധിക്ക് ആർക്ക് കൊടുക്കണം? ഡയറക്ടർ ജനറലിനാണ് ഈ ഒരു നമ്മുടെ അപേക്ഷ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അടിയന്തര അവധിക്കുള്ള അപേക്ഷകൾ ആർക്ക് കൊടുക്കണം? ആ ഒരു അപേക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ ജയിലിലെ സൂപ്രണ്ടിനാണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രണ്ടുമാണ് 402 പറയുന്നത്. ഓക്കെ, 402 നമ്മൾ പഠിച്ചു എന്തായിരുന്നു? അവധിക്കുള്ള അപേക്ഷകളാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു തടവുകാരൻ സാധാരണ അവധിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ ആദ്യം അപേക്ഷിക്കേണ്ടത് ഡയറക്ടർ ജനറൽക്കാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മുടെ അടിയന്തര അവധിക്കുള്ള അപേക്ഷ ആർക്ക് കൊടുക്കണം? ആ ഒരു ജയിലിലെ സൂപ്രണ്ടിനാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇതാണ് 402 പറയുന്നത്. അവധിക്കുള്ള അപേക്ഷകൾ സിമ്പിളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് 403. ഏത് 403? റൂൾ നമ്പർ 403. സെക്ഷൻ അല്ല ഇവിടെ പറയുന്നത്, റൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 403 പറയുന്നത് അപേക്ഷ നൽകേണ്ട ആൾ. അപ്പോൾ 403 പറയുന്ന എന്താണ്? അപേക്ഷ നൽകേണ്ട ആൾ. ചാടിക്കേറി ഇപ്പോൾ ഒരു തടവുകാരന്, ഞാനിപ്പോൾ തടവിലാണ്, ഞാൻ എന്ത് ചെയ്യും? രാവിലെ മതിലിയാടി അല്ലെങ്കിൽ ഞാൻ ചാടി ഇറങ്ങിയിട്ട് പുറത്ത് നിന്ന് അങ്ങനെയൊക്കെ അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. ഓക്കെ, അപ്പോൾ 403 പറയുന്നത് എന്താണ്? അപേക്ഷ നൽകേണ്ടയാൾ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, തടവുകാരനോ തടവുകാരൻ്റെ ബന്ധുവിനോ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ നൽകാം? തടവുകാരന് നൽകാം. പിന്നെ ആർക്ക് നൽകാം? തടവുകാരൻ്റെ ബന്ധുവിനോ അപേക്ഷ നൽകാവുന്നതാണ്. ഇപ്പോൾ ചാടിക്കേറി പുറത്തിറങ്ങി പോയി അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. ആർക്ക് കൊടുക്കാം? തടവുകാരനോ അല്ലെങ്കിൽ തടവുകാരൻ്റെ ബന്ധുവിനോ എന്ത് ചെയ്യാം? അപേക്ഷ നൽകാം എന്നാണ് പറയുന്നത്. അപേക്ഷയിൽ എന്ത് പതിക്കേണ്ടതില്ല? സ്റ്റാമ്പ് പതിക്കേണ്ടത് ഇല്ല. അപ്പോൾ ഒരു തടവുകാരനോ തടവുകാരൻ്റെ ബന്ധുവിനോ അപേക്ഷ നൽകാവുന്നതാണ്. ആ അപേക്ഷയിൽ എന്ത് പതിക്കേണ്ടതില്ല? സ്റ്റാമ്പ് പതിക്കേണ്ടതില്ല. അടിയന്തര അവധിക്കുള്ള അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതായത് പ്രകൃതിക്ഷോഭം മൂലം താമസിക്കുന്ന വീട് പൂർണ്ണമായോ ഭാഗികമായോ നശിച്ചു പോയിട്ടുള്ള കേസുകളിൽ സ്ഥലത്തെ തഹസിൽദാരുടെയോ അടുത്ത ബന്ധുവിൻ്റെ അത്യാസന്ന നില സംബന്ധിച്ചാണെങ്കിൽ സിവിൽ സർജനിൽ കുറയാത്ത സർക്കാർ മെഡിക്കൽ ഓഫീസറുടെയോ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, നമ്മുടെ ബന്ധുക്കളുടെ മരണം, കല്യാണം, നമ്മുടെ വീടുകൾ നശിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷയുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ തടവുകാരനോ തടവുകാരൻ്റെ ബന്ധുവിനോ എന്ത് ചെയ്യാം? ഒരു അവധി വേണമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അപേക്ഷ നൽകാം. ആ അപേക്ഷയിൽ എന്ത് പതിക്കേണ്ട? സ്റ്റാമ്പ് പതിക്കേണ്ട. അടുത്ത് പറയുന്നത് എന്താണ്? ഈ ഒരു നമ്മുടെ അവധിക്കുള്ള അപേക്ഷയിൽ എന്താണ് കാരണമെന്ന് പറയണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഉദാഹരണം, പ്രകൃതിക്ഷോഭം മൂലമാണ് നമ്മുടെ വീട് നശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മുടെ ആ ഒരു സ്ഥലത്തുള്ള തഹസിൽദാരുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ അത്യാസന്ന നില സംബന്ധിച്ചാണെങ്കിൽ സിവിൽ സർജനിൽ കുറയാത്ത ഒരു സർക്കാർ മെഡിക്കൽ ഓഫീസറുടെയോ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാനൊരു തടവുകാരനാണ്, ഞാൻ അവധിക്ക് വേണ്ടി അപേക്ഷിച്ചു, അപ്പോൾ എൻ്റെ വീട് തകർന്നുപോയി, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള തഹസിൽദാരുടെ തഹസിൽദാരുടെ എന്ത് ചെയ്യണം? ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാണ്? ഇവൻ ചുമ്മാ ചാടുന്നതല്ല, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള തഹസിൽദാരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരണം. ഓക്കെ, അടുത്ത് പറയുന്നത് എന്താണ്? അടുത്ത ബന്ധുവിൻ്റെ അത്യാസന്ന നിലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവധിക്ക് ഇയാൾ ശ്രമിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള സിവിൽ സർജനിൽ കുറയാത്ത സർക്കാർ മെഡിക്കൽ ഓഫീസറുടെയോ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. ഇത്രയാണ് ഇവിടെ ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അപേക്ഷയിൽ പറയുന്നത്. അടുത്ത്, അവധി അനുവദിക്കുന്ന സമയത്ത് ജാമ്യക്കാർ അവരുടെ ഈട് തെളിയിക്കുന്ന സോൾവൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രസീത് എന്ത് ചെയ്യണം? ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഈ അവധി അനുവദിക്കുന്ന സമയത്ത് നമ്മൾ ജാമ്യക്കാരുടെ കാര്യം പറഞ്ഞു. 5000 രൂപ വീതമുള്ള 2 ആളുകളുടെ ജാമ്യത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവധി അനുവദിക്കുന്ന സമയത്ത് ജാമ്യക്കാർ എന്ത് ചെയ്യണം? അവരുടെ
ഈട് തെളിയിക്കുന്ന സോൾവൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ രസീത് ഇവ എന്ത് ചെയ്യുക, ഇവ ഹാജരാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പറയുന്നത്. അടുത്തത്, അവധി വ്യവസ്ഥകൾ ലംഘിക്കാതെ തടവുകാരൻ കൃത്യസമയത്ത് അവധി കഴിഞ്ഞ് ജയിലിൽ പ്രവേശിച്ചാൽ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? അവൻ കറക്റ്റ് സമയത്ത് എത്തിയില്ല എങ്കിലുള്ള നടപടികളാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് അവധി വ്യവസ്ഥകൾ ലംഘിക്കാതെ, അവൻ കറക്റ്റായിട്ടൊരു നല്ല തടവുകാരനാണ്, അവൻ അവധി വ്യവസ്ഥകൾ ലംഘിക്കാതെ കൃത്യസമയത്ത് അവനെ എപ്പോഴാണോ തിരിച്ച് കയറാൻ പറയുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ആ ഒരു അവധി കഴിഞ്ഞ് അവൻ ജയിലിൽ പ്രവേശിച്ചാൽ ജാമ്യക്കാർക്ക് ജാമ്യ ഈട് എന്ത് ചെയ്യുന്നു, തിരികെ നൽകേണ്ടതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ജാമ്യക്കാർ ജാമ്യ ഈടിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഡെപ്പോസിറ്റ് രസീതുകൾ എന്ത് ചെയ്യണം, ഹാജരാക്കണം. അപ്പോൾ നമ്മുടെ അങ്ങനെ ഹാജരാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇയാളെ, ഈ ഒരു തടവുകാരനെ അവധിയിൽ വിടും. ഈ തടവുകാരനെ അവധിയിൽ വിട്ടിട്ട് കറക്റ്റ് സമയത്ത്, ഇന്ന സമയത്ത് നീ തിരിച്ചു കയറണം എന്ന് പറയുമ്പോൾ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് അവൻ തിരിച്ചു കയറുമ്പോൾ എന്ത് ചെയ്യും, അവന് വേണ്ടി ജാമ്യം നിന്ന ആൾക്കെന്ത് ചെയ്യും, ആ ഒരു സമയത്ത് തന്നെ ജാമ്യ ഈട് തിരികെ നൽകേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഓക്കെ, എന്നാൽ സോൾവൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതെ വരുന്ന വളരെ വിരളമായിട്ടുള്ള സാഹചര്യങ്ങൾ, ചില സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു 90% സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഹാജരാക്കാൻ പറ്റും. പക്ഷേ ചില വിരളമായിട്ടുള്ള ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ മാത്രമേ ക്യാഷ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഇപ്പോൾ സാധാരണ എന്ത് സ്വീകരിക്കണം, സോൾവൻസി സർട്ടിഫിക്കറ്റ്, മാക്സിമം സോൾവൻസി സർട്ടിഫിക്കറ്റ് തന്നെ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. എന്നാൽ അവധി ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ സോൾവൻസി രസീത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയങ്ങളിൽ എന്ത് മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ, ക്യാഷ് ഡെപ്പോസിറ്റ് മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് പറയുന്നത്, സൽസ്വഭാവികളായ തടവുകാർ 3 വർഷമോ അതിലധികം കാലത്തേക്കോ ജീവപര്യന്തം കഠിന തടവിനോ വിധിക്കപ്പെട്ട് ആകെ ശിക്ഷയുടെ 1/4 അതിലധികമോ യഥാർത്ഥ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ജയിൽ സൂപ്രണ്ടിൻ്റെ മുൻപാകെ വ്യക്തിപരമായ തിരിച്ചറിയൽ പത്രമൊപ്പിട്ട് സമർപ്പിക്കുകയും അത്തരമൊരെണ്ണം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അവൻ്റെ ഒരു ബന്ധു നൽകുകയും ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, സൽസ്വഭാവികളായ തടവുകാർ. നമ്മൾ പറഞ്ഞു സൽസ്വഭാവികളായ തടവുകാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവധി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൽസ്വഭാവികളായ തടവുകാർ 3 വർഷമോ അതിലധികമോ കാലത്തേക്കോ അല്ലെങ്കിൽ ജീവപര്യന്തം കഠിന തടവിനോ വിധിക്കപ്പെട്ട് ആകെ ശിക്ഷയുടെ, നമ്മൾ ഇതൊക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, ആകെ ശിക്ഷയുടെ 1/4 അതിലധികമോ യഥാർത്ഥ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ പറയുന്നത് എന്താണ്, സൽസ്വഭാവികളായ തടവുകാരാണ്, അവന് എന്താണ് 3 വർഷമോ അതിലധികമോ കാലത്തേക്ക് അവൻ തടവ് അനുഭവിച്ചിട്ടുണ്ട്, ജീവപര്യന്തം കഠിന തടവിനോ വിധിക്കപ്പെട്ട ആകെ ശിക്ഷയുടെ 1/4 അതിലധികമോ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, യഥാർത്ഥ ശിക്ഷ അനുഭവിച്ചു. ഓക്കെ, അതാണ് പറയുന്നത്. അടുത്തെന്താണ്, ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ജയിൽ സൂപ്രണ്ട് മുൻപാകെ എന്ത് ചെയ്യണം, വ്യക്തിപരമായ തിരിച്ചറിയൽ പത്രമൊപ്പിട്ട് സമർപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, ജയിൽ സൂപ്രണ്ടിൻ്റെ മുൻപാകെ എന്ത് ചെയ്യണം, തിരിച്ചറിയൽ പത്രം ഒപ്പിട്ട് സമർപ്പിക്കണം. അതിൽ അത്തരമൊരെണ്ണം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു നൽകുകയും ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ അത്തരമൊരെണ്ണം ആര് കൊടുത്താലും മതി, നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു നൽകുകയും ചെയ്താൽ മതിയാകുന്നതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു തടവുകാരൻ ആദ്യമായി അവധിയിൽ പോകുന്നതിന് ഈ ആനുകൂല്യം ബാധകമായിരിക്കുന്നതല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തടവുകാരൻ അവധിയിൽ പോകുന്നതെങ്കിൽ ഈ ആനുകൂല്യം എന്ത് ചെയ്യില്ല, ആനുകൂല്യം ബാധകമായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സൽസ്വഭാവിയായ തടവുകാരനാണ്, 3 വർഷമോ അതിലധികം കാലത്തേക്കോ അതേപോലെ തന്നെ ജീവപര്യന്തം കഠിന തടവിനോ വിധിക്കപ്പെട്ട് ആകെ ശിക്ഷയുടെ 1/4 അതിലധികമോ യഥാർത്ഥ ശിക്ഷ അവൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ജയിൽ സൂപ്രണ്ട് മുൻപാകെ എന്ത് ചെയ്യാം, വ്യക്തിപരമായിട്ടുള്ള തിരിച്ചറിയൽ പത്രം ഒപ്പിട്ട് അവന് സമർപ്പിക്കാം. അതേപോലെ തന്നെ അത്തരമൊരെണ്ണം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു
ബന്ധുവിന് നൽകുകയും ചെയ്താൽ മതിയാകുന്നതാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത്, എന്നാൽ ഒരു തടവുകാരൻ ആദ്യമായി അവധിയിൽ പോകുന്നതിന് ഈ ആനുകൂല്യം ആനുകൂല്യം ബാധകമായിരിക്കുന്നതല്ല. ഇതാണ് എന്ത് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അടുത്ത കാര്യം ശ്രദ്ധിക്കുക, 4ാമത്തെ ഭാഗമാണ്. അതിൽ പറയുന്നത് എന്താണ്? കള്ളക്കടത്തോ വിദേശ നാണയ വിനിമയ നിയമലംഘനം. വല്ലാത്തൊരു വാക്കാണ്. അപ്പോൾ കള്ളക്കടത്ത് അല്ലെങ്കിൽ വിദേശ നാണയ വിനിമയ നിയമലംഘനം, ദേശീയ സുരക്ഷയോ കള്ളനാണയമോ കള്ളനോട്ടോ, ഇത് ഇത്രയും പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്ക് കാര്യം മനസ്സിലായിക്കാണും. ഓക്കെ, അപ്പോൾ കള്ളക്കടത്തോ വിദേശ നാണയ വിനിമയ നിയമലംഘനം, ദേശീയ സുരക്ഷയോ കള്ളനാണയമോ കള്ളനോട്ടോ ആയി ബന്ധപ്പെട്ട നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. ഓക്കെ, എന്നാൽ തുറന്ന ജയിലിലെ സൽസ്വഭാവികളായ തടവുകാരുടെ ശിക്ഷാകാലം, അപ്പോൾ ഒരു എക്സെപ്ഷൻ പറയുന്നത് എന്താണ്? എന്നാൽ തുറന്ന ജയിലിലെ നല്ല സ്വഭാവമുള്ള തടവുകാരുടെ ശിക്ഷാകാലം 3 വർഷവും അതിലധികവുമോ ജീവപര്യന്തം കഠിന തടവോ ആയിരുന്നാൽ ജയിൽ സൂപ്രണ്ട് മുൻപാകെ വ്യക്തിപരമായിട്ടുള്ള തിരിച്ചറിയൽ പത്രം ഒപ്പിട്ട് സമർപ്പിച്ചാൽ മതിയാകും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞത് കള്ളക്കടത്തോ വിദേശ വിനിമയ നിയമലംഘനം, ദേശീയ സുരക്ഷ, അങ്ങനെയുള്ള കള്ളനാണയം കള്ളനോട്ട്, ഈ ഉടായ്പകൾ ചെയ്യുന്നവർക്ക് അവർക്ക് അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത് പറഞ്ഞത് തുറന്ന ജയിലിലെ സൽസ്വഭാവികളായ തടവുകാരുടെ ശിക്ഷാകാലം 3 വർഷവും അതിലധികവുമോ ജീവപര്യന്തം കഠിന തടവോ ആയിരുന്നാൽ ജയിൽ സൂപ്രണ്ട് മുൻപാകെ വ്യക്തിപരമായിട്ടുള്ള തിരിച്ചറിയൽ പത്രം ഒപ്പിട്ട് സമർപ്പിച്ചാൽ മതിയാകും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതിന് കുറച്ചും കൂടി ചെറുതായിട്ട് പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ 403 അപേക്ഷ നൽകേണ്ടതാണ്. ഇത് നമ്മൾ ഭൂരിഭാഗവും പഠിച്ച എന്താണ്? അപേക്ഷകളെക്കുറിച്ചാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 403 പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ 401 നമ്മൾ പറഞ്ഞത് അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കലിനെ കുറിച്ചാണ്. 402 നമ്മളെന്ത് പറഞ്ഞു? അവധിക്കുള്ള അപേക്ഷകളെക്കുറിച്ചാണ്. 403 എന്താണ് നമ്മൾ പറഞ്ഞത്? അപേക്ഷ നൽകേണ്ട ആളാണ്. അടുത്ത 404 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അപ്പീലിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ 404 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അപ്പീലിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മാക്സിമം പറയുന്നു, നമ്മുടെ റൂൾ നമ്പറും അതിൻ്റെ മെയിൻ ഹെഡിങ്ങും എഴുതിയെടുത്ത് വച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 404 അപ്പീൽ, 404 അപ്പീൽ. ഓക്കെ, 403 അപേക്ഷ നൽകേണ്ട ആള്, 402 അവധിക്കുള്ള അപേക്ഷകൾ, 401 അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 404 അപ്പീൽ. 404 അപ്പീൽ. ഓക്കെ, ഒരു തടവുകാരൻ്റെ അവധിക്ക് അപേക്ഷ നിരസിക്കുന്ന പക്ഷം താഴെ പറയുന്ന പ്രകാരം അവൻ അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ ഒരു തടവുകാരൻ അവധിക്ക് അപേക്ഷിച്ചു. അപ്പോൾ അവധിക്ക് അപേക്ഷിക്കുമ്പോൾ ചില സമയങ്ങളിൽ അത് നിരസിക്കാം. അപ്പോൾ അങ്ങനെ നിരസിക്കുന്ന പക്ഷം അവൻ താഴെ പറയുന്ന പ്രകാരം അവന് അപ്പീലിനായിട്ട് പോവാം. നമ്മൾ കലോത്സവ വേദികളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളിലും നമ്മൾ അപ്പീൽ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ അവനും അപ്പീൽ പോവാം. ആർക്ക് പോവാം? അവനോ അവൾക്കോ, നമ്മുടെ തടവുകാർ ആരാണോ അവർക്ക് അപ്പീലിന് പോകാം. ഒന്നാമത്തേത് പറയുന്നത്, സൂപ്രണ്ട് അവധി നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായിട്ട് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അപ്പീലിന് പോവാം. അപ്പോൾ സൂപ്രണ്ട് അവധി നിരസിച്ചു. സൂപ്രണ്ട് അറിയാമല്ലോ, ജയിലിലുള്ള നിങ്ങളുടെ സൂപ്രണ്ട് അവധി നിരസിച്ചു. അപ്പോൾ ആ ഉത്തരവിനെതിരായിട്ട് ആർക്ക് അപ്പീൽ കൊടുക്കാം? നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അപ്പീൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൂപ്രണ്ട് നിരസിച്ചാൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കൊടുക്കാം. അടുത്ത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായിട്ട് നമുക്ക് ഇൻസ്പെക്ടർ ജനറലിനും അപ്പീൽ കൊടുക്കാം. അപ്പോൾ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ ഇതേപോലെ നിരസിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ തൊട്ട് മുകളിലുള്ള ഇൻസ്പെക്ടർ ജനറൽ നമുക്ക് ഈ ഒരു അപ്പീലിനായിട്ട് പോകാം. ഇത് എഴുതി വച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൂപ്രണ്ട് നിരസിച്ചു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ ജനറൽ, സൂപ്രണ്ട് നിരസിച്ചാൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ നിരസിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഇൻസ്പെക്ടർ ജനറലിന് അപ്പീൽ കൊടുക്കാം.
ഇൻസ്പെക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായിട്ട് ഡയറക്ടർ ജനറൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പീൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ജനറലും കൂടി നിരസിച്ചാൽ, ഇൻസ്പെക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ നിരസിച്ചാൽ എന്ത് ചെയ്യാം, അത് നേരെ നമുക്ക് ഡയറക്ടർ ജനറൽ എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം. സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ഡയറക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം, നമുക്ക് ലാസ്റ്റ് പോവേണ്ടത് സർക്കാരിലേക്കാണ്. ഓക്കെ, സർക്കാരിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്പീൽ സമർപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറക്ടർ ജനറലും എന്ത് ചെയ്തു, നമ്മളെ കൈയൊഴിഞ്ഞു. ഡയറക്ടർ ജനറലും ഡയറക്ടർ ജനറലും സമ്മതിച്ചില്ല, അവധി നമുക്ക് തരാൻ എന്ത് ചെയ്തു, വിസമ്മതിച്ചു. അപ്പോൾ നേരെ എങ്ങോട്ട് പോവാം, ഡയറക്ടർ ജനറലും നിരസിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് സർക്കാരിലേക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചെന്തായിരുന്നു, 404 ഓർത്ത് വച്ചേക്കുക. 404 പറയുന്നത് അപ്പീലിനെ കുറിച്ചാണ്. ഒരു തടവുകാരൻ്റെ അവധിക്ക് അപേക്ഷ എന്ന് പറയുമ്പോൾ അവൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത് ലാസ്റ്റ് സർക്കാർ വരെ എത്തുന്ന ആ ഒരു പരിപാടിയാണെന്ത്, അതിനെയാണ് നമ്മൾ 404 പ്രകാരം എന്നു പറയുന്നത് അപ്പീൽ എന്ന് പറയുന്നത്. സ്പീഡ് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ 404 അപ്പീൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൽ പഠിച്ചു വെക്കേണ്ട കാര്യം, സൂപ്രണ്ട് നിരസിച്ചാൽ ആർക്ക് കൊടുക്കാം, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കൊടുക്കാം. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ നിരസിച്ചാൽ ഇൻസ്പെക്ടർ ജനറൽ എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം. ഇൻസ്പെക്ടർ ജനറൽ നിരസിച്ചാൽ ഡയറക്ടർ ജനറലിന് അപ്പീൽ കൊടുക്കാം. ഡയറക്ടർ ജനറൽ നിരസിച്ചാൽ ആർക്ക് കൊടുക്കാം, ലാസ്റ്റ് നമുക്ക് സർക്കാരിലേക്കും അപ്പീൽ സമർപ്പിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 404 അപ്പീൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് 405 പറയുന്നത് എന്താണ്, 405 പറയുന്നത് ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കൽ. ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലാണ് നമ്മുടെ 405 പറയുന്നത്. ഓർത്ത് വച്ചേക്കുക, 405 ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് ഇരിക്കുക. 405 ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കൽ. തടവുകാരൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണമോ ഗുരുതരമായ രോഗാവസ്ഥയോ കണക്കിലെടുത്തോ അവധി അനുവദിക്കുന്ന സാഹചര്യത്തിൽ തടവുകാരന് ജാമ്യത്തുക നൽകാൻ കഴിവില്ലെന്ന് ബോധ്യപ്പെടുകയും തടവുകാരൻ്റെ സ്വഭാവം വളരെ നല്ലതാണെന്നും അയാൾ അവധി വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുമെന്നും സൂപ്രണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ അപൂർവവും അസാധാരണവുമായ സാഹചര്യങ്ങളിൽ ഡയറക്ടർ ജനറലിനോ ഇൻസ്പെക്ടർ ജനറലിനോ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിനോ ജാമ്യത്തുക കെട്ടുന്നതിൽ നിന്നും തടവുകാരനെ ഒഴിവാക്കാൻ ഉത്തരവ് നൽകാവുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നിലും ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഒരു തടവുകാരനാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു തടവുകാരനാണ്. ഓക്കെ, ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ എന്തെങ്കിലും ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അപ്പോൾ ഈ ഒരു തടവുകാരൻ ബന്ധുക്കളുടെ മരണമോ ഗുരുതരമായ രോഗാവസ്ഥയോ കണക്കിലെടുത്തോ അവധി അനുവദിക്കുന്ന സാഹചര്യത്തിൽ തടവുകാരന് ആ ഒരു ജാമ്യത്തുക അവിടെ കെട്ടിവെക്കാനുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു കഴിവില്ല എന്ന് ബോധ്യപ്പെടുക. അപ്പോൾ ഒരു തടവുകാരനുണ്ട്, അവൻ്റെ ബന്ധുക്കളുടെ മരണമോ രോഗാവസ്ഥയോ കാരണം അവന് ആ ഒരു അവധിക്ക് പോകണം. അപ്പോൾ അവധിക്ക് പോകണമെങ്കിൽ അവന് ജാമ്യത്തുക നൽകണം. അപ്പോൾ ആ ഒരു ജാമ്യത്തുക നൽകാൻ കഴിവില്ല എന്ന് ബോധ്യപ്പെടുകയാണെന്ന് പറയുമ്പോൾ അവന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു തടവുകാരൻ്റെ അവൻ്റെ സ്വഭാവം നല്ലതാണെന്നും അതേപോലെ തന്നെ ഒരു അവധിക്ക് വിട്ടുകഴിഞ്ഞാൽ അവൻ കറക്റ്റ് സമയത്ത് അവധി പൂർണ്ണമായിട്ട് ആ ഒരു ക്രമം പാലിച്ച് തിരിച്ചവൻ കറക്റ്റായിട്ട് വരും, അവൻ നല്ല രീതിയിൽ പോവും, അവിടെ അവൻ പ്രശ്നം ഉണ്ടാക്കില്ല, അവനെ ആരും അടിക്കാനും വരില്ല, അങ്ങനെയുള്ള നല്ല സ്വഭാവമുള്ള പൂർണ്ണമായി അവധി ക്രമങ്ങൾ പാലിക്കും എന്ന് നമ്മുടെ ആ ഒരു ജയിലിലെ സൂപ്രണ്ട് സാക്ഷ്യപ്പെടുത്തുകയും കൂടി ചെയ്ത അങ്ങനെയുള്ള അപൂർവം അസാധാരണവുമായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, ഡയറക്ടർ ജനറലിനോ ഇൻസ്പെക്ടർ ജനറലിനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിനോ എന്ത് ചെയ്യാം, ജാമ്യത്തുക അടയ്ക്കുന്നതിൽ നിന്ന് ഇയാളെ എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ ഉത്തരവ് നൽകാം. മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി പറയുവാണ്. തടവുകാരൻ അവൻ്റെ ബന്ധുക്കളുടെ മരണമോ ഗുരുതരമായ രോഗാവസ്ഥയോ കണക്കിലെടുത്ത് അവൻ അവധിക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അവധിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, ജാമ്യത്തുക കെട്ടിവെക്കണം. പക്ഷേ അവൻ്റെ കയ്യിൽ ജാമ്യത്തുക ഇല്ല.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ അവൻ നല്ല സ്വഭാവമാണ്. അവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് അവൻ പ്രശ്നം ഉണ്ടാക്കില്ല. അവനെ തിരിച്ചാരും ആക്രമിക്കാനും ഒന്നും വരില്ല. അതേപോലെ തന്നെ അവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് പോവും, കറക്റ്റ് സമയത്ത് അവൻ തിരിച്ച് വരും. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്വഭാവമുള്ള ആൾക്കാർ, ആ ഒരു നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നമ്മുടെ സൂപ്രണ്ട് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ഡയറക്ടർ ജനറലിനോ ഇൻസ്പെക്ടർ ജനറലിനോ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിനോ എന്ത് ചെയ്യാം, ആ ഒരു ജാമ്യത്തുക കെട്ടി വയ്ക്കുന്നതിൽ നിന്ന് ആരെ ഒഴിവാക്കാം, തടവുകാരനെ ഒഴിവാക്കാൻ ഉത്തരവ് നൽകാവുന്നതാണ്. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബന്ധുക്കളുടെ അപ്രതീക്ഷിതമായ മരണം പോലെയുള്ള അടിയന്തര സാഹചര്യത്തിൽ തടവുകാരൻ്റെ സ്വന്തം ജാമ്യത്തിൽ ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടിനെ അവധി അനുവദിച്ച് ഉത്തരവ് നൽകാവുന്ന. അപ്പോൾ ഈ നമ്മുടെ അപ്രതീക്ഷിതമായിട്ടുള്ള തടവുകാരൻ്റെ ബന്ധുക്കളുടെ മരണം അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഈ തടവുകാരൻ്റെ സ്വന്തം ജാമ്യവുമായി ബന്ധപ്പെട്ട് ആർക്ക് ആ ഒരു അവധി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് നൽകാം, സൂപ്രണ്ടിന് എന്ത് ചെയ്യാം, ജയിൽ സൂപ്രണ്ടിന് അവധി അനുവദിച്ച് ഉത്തരവ് നൽകാവുന്നതാണ് എന്നും കൂടിയാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ 405 ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറയുന്നത്. 405 ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കൽ. ആരെയാണ് എന്തിനാണ് ഒഴിവാക്കുന്നതെന്നും ജയിൽ സൂപ്രണ്ടിൻ്റെ ആ ഒരു കാര്യത്തിലെ ഇടപെടൽ എന്താണെന്നും ബാക്കി കാര്യങ്ങളും നമ്മൾ ഈ 405 പഠിച്ചു. നിങ്ങൾ ഓർമ്മയുണ്ട്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് റൂൾ നമ്പർ 406 അപ്പോൾ ഈ 406 എന്ന് പറയുന്നത് എന്താണ്, ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ എന്താണ് 406 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് പറയണം, ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്താണ് ജാമ്യ ബോണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 406 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 406 പറയുന്നത് എന്താണ്ടാ, ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നത്. അപ്പോൾ 406 പറയുന്നത് ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാം. ഇത് പറയുന്നത് എന്താണ്, തടവുകാരൻ പുറത്തിറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 2 ബോണ്ടുകൾ നൽകണം. അപ്പോൾ തടവുകാരൻ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, 2 ബോണ്ടുകൾ എന്ത് ചെയ്യണം, നൽകണം. അതിൽ ജാമ്യം നിൽക്കുന്നവരുടെ രേഖകൾ റവന്യൂ ഉദ്യോഗസ്ഥർ, അതായത് നമ്മുടെ തഹസിൽദാറോ വില്ലേജ് ഓഫീസറോ എന്ത് ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. സ്വന്തം ബോണ്ട് ജയിലിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ തടവുകാരന് നൽകാൻ പറ്റും. അവധി നീട്ടുമ്പോൾ ഈ നടപടികൾ വീണ്ടും ചെയ്യേണ്ടതില്ല. ഇതാണ് ഈ ഒരു 406 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. സാധാരണ 406 ഒരു 406 എന്ന് പറയുമ്പോൾ ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് 406 പറയുന്നത്. ടോട്ടലി നമ്മൾ 406 എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് പറയാം, തടവുകാരൻ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, 2 ബോണ്ടുകളാണ് നൽകേണ്ടത്. ഓക്കെ, അതിൽ ജാമ്യം നിൽക്കുന്നവരുടെ രേഖകൾ എന്ത് ചെയ്യണം, റവന്യൂ ഉദ്യോഗസ്ഥർ തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ എന്ത് ചെയ്യണം, അത് സാക്ഷ്യപ്പെടുത്തണം. അതേപോലെ തന്നെ സ്വന്തം ബോണ്ട് ജയിലിൽ വച്ച് തന്നെ എന്ത് ചെയ്യാം, ഈ നമ്മുടെ തടവുകാരന് നൽകാം. അതേപോലെ തന്നെ അവധി നീട്ടുമ്പോൾ എന്താണ്, ഈ നടപടികൾ വീണ്ടും ചെയ്യേണ്ടതില്ല എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ ആ നമ്മുടെ ഉള്ളിലുള്ള പാരഗ്രാഫ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഫോറം 13-ലും 19-ലുമായി ജാമ്യ ബോണ്ടും വ്യക്തിഗത ജാമ്യ ചീട്ടും വിടുതലിന് മുമ്പായി പൂർത്തീകരിച്ച് നൽകേണ്ടതാണ്. അപ്പോൾ ജാമ്യം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തടവുകാരനെ അയാളുടെ വ്യക്തിപരമായ തിരിച്ചറിയൽ പത്രത്തിന്മേൽ വിടുതൽ ചെയ്യേണ്ടതാണ്. ജാമ്യ ബോണ്ട് തഹസിൽദാരുടെ അഥവാ വില്ലേജ് ഓഫീസറുടെ മുൻപാകെ നടപ്പിലാക്കി മേലൊപ്പിട്ട് ഓഫീസ് മുദ്ര പതിപ്പിച്ച് ജയിൽ സൂപ്രണ്ടിന് അയച്ചു കൊടുക്കേണ്ടതാണ്. വ്യക്തിഗത ജാമ്യച്ചീട്ട് സൂപ്രണ്ടിന് മുൻപാകെ വേണം നടപ്പിലാക്കേണ്ടത്. ജാമ്യ ബോണ്ടിന്മേൽ അവധിക്ക് വിടുതൽ നേടിയ തടവുകാരൻ്റെ അവധി ദീർഘിക്കുന്നതിന് ജാമ്യ ബോണ്ട് പുതിയതായി വേണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലാത്തതാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, ഫോമും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഈ ഫോറങ്ങളെന്ന് പറയുന്നത്? 13-ഉം 19-ഉം നമ്മൾ പറഞ്ഞു. ഈ ഫോറങ്ങളെന്ന് പറയുന്നത് എന്താണ്? തടവുകാരൻ പുറത്തിറങ്ങുന്നതിന് മുൻപായിട്ട് ഫോറം 13 അതേപോലെ തന്നെ ഫോറം 19 എന്നീ ഈ 2 ഫോറങ്ങളും എന്ത് ചെയ്യണം? പൂരിപ്പിച്ച് നൽകണം. അപ്പോൾ ഈ ഫോറം 13 എന്ന് പറയുമ്പോൾ എന്താണ്? അത് ജാമ്യ ബോണ്ട് അല്ലെങ്കിൽ ഷുവർട്ടി ബോണ്ട് എന്ന് പറയും.
അതേപോലെ തന്നെ ഫോറം 19 എന്ന് പറയുമ്പോൾ എന്താണ്, അത് വ്യക്തിഗത ജാമ്യ ചീട്ട് അല്ലെങ്കിൽ അതിനെ പേഴ്സണൽ ബോണ്ട് എന്ന് പറയും. ശ്രദ്ധിച്ച് വച്ചേക്കുക, എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തും കൂടി വച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ 2 ഫോറങ്ങൾ പറയുന്നുണ്ട്, 13ഉം 19. ഈ 13 എന്ന് പറയുമ്പോൾ എന്താണ്, 13 എന്ന് പറയുന്നത് തടവുകാരൻ പുറത്തിറങ്ങുന്നതിന് മുൻപായിട്ട് കൊടുക്കേണ്ട ആ ഒരു ഫോമിൽ ഒരു ഫോറമാണ് ഫോറം 13. ഈ ഫോറം 13 ജാമ്യ ബോണ്ട് അല്ലെങ്കിൽ ഷുവർട്ടി ബോണ്ട് എന്ന് അറിയപ്പെടുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞതാണ് ഫോറം 19. ഫോറം 19 എന്താണ്, ഫോറം 19 പറയുന്നത് വ്യക്തിഗത ജാമ്യ ചീട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ബോണ്ട്. ഈ 2 സാധനം എന്ത് ചെയ്യണം, നമ്മുടെ തടവുകാരൻ പുറത്തിറങ്ങുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, പൂരിപ്പിച്ച് കൊടുക്കണം. ഇത് ഈ ഒരു ഭാഗത്ത് പറയുന്നു. അടുത്ത് പറയുന്നത് മറ്റ് വ്യക്തികളുടെ ജാമ്യം വേണമെന്ന് നിർബന്ധമില്ലാത്ത സാഹചര്യത്തിൽ തടവുകാരൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം വിട്ടയക്കാവുന്നതാണ്. മറ്റ് വ്യക്തികളുടെ ജാമ്യം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജാമ്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ മറ്റ് വ്യക്തികളുടെ ജാമ്യം വേണമെന്ന് നിർബന്ധമില്ലാത്ത ആ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം അങ്ങനെയുണ്ട് എങ്കിൽ തടവുകാരൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ എന്ത് ചെയ്യാം, അതായത് അയാളുടെ ആ ഒരു പേഴ്സണൽ ബോണ്ടിൽ എന്ത് ചെയ്യാം, ആ ഒരു പേഴ്സണൽ ബോണ്ടിൽ എന്ത് ചെയ്യാം, നമ്മുടെ തടവുകാരനെ വിട്ടയക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അടുത്ത് പറയുന്നത്. അടുത്ത് ഇതിൽ പറയുന്ന സീലും ഒപ്പും നമ്മൾ പറഞ്ഞു, മേലൊപ്പിട്ട് ഓഫീസ് മുദ്ര, അതേപോലെ തന്നെ സീലിൻ്റെ കാര്യം. അപ്പോൾ അതെന്താണ്, അത് പറയുന്നത് നമ്മുടെ തഹസിൽദാരുടെയോ വില്ലേജ് ഓഫീസറുടെയോ മുൻപാകെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഒപ്പ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തഹസിൽദാരുടെയോ വില്ലേജ് ഓഫീസറുടെയോ മുൻപാകെ വേണം എന്ത് ചെയ്യാൻ വേണ്ടത്, ഒപ്പിടാൻ വേണ്ടത്. അവരുടെ ഒപ്പും ഓഫീസ് സീലും പതിപ്പിച്ച ശേഷം ഇത് ജയിൽ സൂപ്രണ്ടിന് എന്ത് ചെയ്യണം, അയച്ച് കൊടുക്കണം. അപ്പോൾ സീലിൻ്റെയും ഒപ്പിൻ്റെയും കാര്യം പറയുന്നത് എന്താണ്, ജാമ്യ ബോണ്ട് അറിയാമല്ലോ, ജാമ്യ ബോണ്ട് തഹസിൽദാരുടെയോ വില്ലേജ് ഓഫീസറുടെയോ മുൻപാകെ വേണം എന്ത് ചെയ്യേണ്ടത്, ഒപ്പിടേണ്ടത്. ഓക്കെ, അപ്പോൾ അവരുടെ ഒപ്പം ഓഫീസിലും പതിപ്പിച്ച ശേഷം എന്ത് ചെയ്യണം, അത് നേരെ ജയിൽ സൂപ്രണ്ടിന് അയച്ച് കൊടുക്കണം. അടുത്ത് പറയുന്നത് നമ്മുടെ വ്യക്തിഗത ജാമ്യ ചീട്ടിനെ കുറിച്ചാണ്. അതെന്താണ് പറയുന്നത്, ഇത് തടവുകാരൻ എന്താണ്, ജയിൽ സൂപ്രണ്ടിൻ്റെ മുൻപാകെയാണ് ഒപ്പിട്ട് നൽകേണ്ടത്. അപ്പോൾ വ്യക്തിഗത ജാമ്യ ചീട്ട് നമ്മൾ പറഞ്ഞു, വ്യക്തിഗത ജാമ്യ ചീട്ട്. ഈ ഒരു വ്യക്തിഗത ജാമ്യ ചീട്ട് എന്ത് ചെയ്യണം, നമ്മുടെ തടവുകാരൻ ജയിൽ സൂപ്രണ്ടിൻ്റെ മുൻപാകെയാണ് ഒപ്പിട്ട് നൽകേണ്ടത്. ഇത് നിങ്ങൾ നമ്മുടെ ഈ പാരഗ്രാഫിൽ പറയുന്ന സാധനമല്ല, ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വ്യക്തിഗത ജാമ്യ ചീട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, തടവുകാരൻ ജയിൽ സൂപ്രണ്ടിൻ്റെ മുൻപാകെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒപ്പിട്ട് നൽകേണ്ടത്. ഒരു തടവുകാരൻ അവധിയിലായിരിക്കുമ്പോൾ ആ അവധി നീട്ടിക്കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഒരു തടവുകാരൻ അവധിയിലാണ്, ആ ഒരു അവധി എന്ത് ചെയ്തു, അവന് നീട്ടിക്കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനായിട്ട് വീണ്ടും പുതിയ ജാമ്യ ബോണ്ട് സമർപ്പിക്കേണ്ടതില്ല, പഴയ ബോണ്ട് തന്നെ മതി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാം കൂടി ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. എന്താണ്, തടവുകാരൻ പുറത്തിറങ്ങുമ്പോൾ 406 പറയുന്നത് എന്താണ്, തടവുകാരൻ പുറത്തിറങ്ങുമ്പോൾ 2 ബോണ്ടുകൾ എന്ത് ചെയ്യണം, അവിടെ നൽകണം. 13 നമ്മുടെ ഫോം നമ്പർ 13, 19. അപ്പോൾ ആ ഒരു 2 ബോണ്ടുകൾ എന്ത് ചെയ്യണം, നൽകണം. അതിൽ ജാമ്യം നിൽക്കുന്നവരുടെ രേഖകൾ റവന്യൂ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. അതേപോലെ തന്നെ സ്വന്തം ബോണ്ട് ജയിലിൽ വെച്ച് തന്നെ നൽകാം. അത് കഴിഞ്ഞ് അവധി നീട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ നടപടികൾ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് 406 പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഈ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് എന്താണ്, തടവുകാരൻ ആദ്യമായിട്ട് അവധിയിൽ പോകുമ്പോൾ അയാളുടെ ഒരു ഫോട്ടോ എടുക്കേണ്ടതും ആ ഫോട്ടോ ജാമ്യ പത്രത്തിൽ പതിക്കേണ്ടതും ഓരോ 2 വർഷം കൂടുമ്പോഴും അത് പുതുക്കേണ്ടതുമാണ്. അപ്പോൾ തടവുകാരൻ ആദ്യമായിട്ട് അവധിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, അയാളുടെ ഒരു ഫോട്ടോ എന്ത് ചെയ്യണം, എടുത്ത് വയ്ക്കണം. ആ ഫോട്ടോ എന്ത് ചെയ്യണം, ജാമ്യ പത്രത്തിൽ എന്ത് ചെയ്യണം, പതിക്കണം. അതേപോലെ തന്നെ ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യണം, ഈ ഫോട്ടോ എന്ത് ചെയ്യണം, പുതുക്കണം. ഇതാണ് 406 ജാമ്യ ബോണ്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായില്ല എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കിത് മാത്രം എന്ത് ചെയ്യാം, പിന്നെയും കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി പറയാം. ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 406 പറയുന്നത് എന്താണ്, ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നത്. അടുത്ത് പറയുന്നത് 407 അപേക്ഷയിന്മേലുള്ള തീർപ്പ്. അപ്പോൾ 407 പറയുന്നത് എന്താണ്, അപേക്ഷയിന്മേലുള്ള തീർപ്പാണ്. അവധി അനുവദിക്കുവാനുള്ള ഓരോ അപേക്ഷയും അതാതിൻ്റെ അർഹത നോക്കി തീർപ്പ് കൽപ്പിക്കേണ്ടതും അവധി അനുവദിക്കുവാൻ അധികാരമുള്ള അതോറിറ്റിക്ക് ഏത് അപേക്ഷയും ഒരു കാരണവും രേഖപ്പെടുത്താതെ തന്നെ നിരസിക്കാവുന്നതാണ്.
അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് 407 എന്താണ്? 407 പറയുന്നത് അപേക്ഷയിന്മേലുള്ള തീർപ്പ്. അപ്പോൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ ഒരു രീതിയിലുള്ള തീർപ്പിനെയാണ് 407 പറയുന്നത്. ഓക്കെ, 407 പറയുന്നത് എന്താണ്ട? അപേക്ഷയിന്മേലുള്ള തീർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഞാനൊന്ന് കറക്റ്റായിട്ട് എല്ലാം കൂടി ഒന്ന് ഉരുട്ടി പറഞ്ഞുതരാം. എന്താണ്? അവധി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരമാണ്. എന്ന് പറയുമ്പോൾ അവൻ അവധി കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള തീരുമാനം ആരുടെയാണ്? ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ വിവേചന അധികാരമാണ്. അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അതിന് മറുപടി നൽകുവാൻ അവർ ബാധ്യസ്ഥരല്ല. ഒരു കാരണം കൊണ്ട് അവർ അവധി നിരസിച്ചു, അപ്പോൾ അതിന് മറുപടി തരണമെന്നൊക്കെ പറഞ്ഞ് പിന്നെയും പോകാനുള്ള ആ ഒരു ബാധ്യത ആർക്കില്ല? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 407 പറയുന്നത് എന്താണ്? അപേക്ഷയിന്മേലുള്ള തീർപ്പ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? അവധി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരമാണ്. അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അതിന് മറുപടി നൽകാൻ അവർ ബാധ്യസ്ഥരല്ല. എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തടവുകാരൻ അവധിക്ക് അപേക്ഷിക്കുമ്പോൾ അത് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ആണ്. അറിയാലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അവധിക്ക് അപേക്ഷിക്കുമ്പോൾ മുൻപ് അവധി കിട്ടിയിട്ടുണ്ടോ മറ്റോ ഉള്ള കാരണങ്ങൾ പരിഗണിക്കാതെ ഓരോ അപേക്ഷയും അതിൻ്റെ ഗുണദോഷങ്ങൾ നോക്കി മാത്രമായിരിക്കും തീരുമാനമെടുക്കുന്നത്. എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? അവധിക്ക് ഒരു വ്യക്തി അവധിക്ക് അപേക്ഷിക്കുമ്പോൾ എന്താണ്? മുൻപ് അവന് അവധി കിട്ടിയിട്ടുണ്ടോ, അതേപോലെ തന്നെ മറ്റുള്ള കാരണങ്ങൾ പരിഗണിക്കാതെ ഓരോ അപേക്ഷയും അതിൻ്റെ ഗുണദോഷങ്ങൾ നോക്കി. എന്ന് പറയുമ്പോൾ അവന് അവധി കൊടുക്കണോ, അവൻ അവധി കൊടുക്കണ്ടേ, കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയായിരിക്കും എന്ത് ചെയ്യുന്നത്? തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അവധി അനുവദിക്കുവാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥന് ഏത് അപേക്ഷയും തള്ളിക്കളയുവാനുള്ള അധികാരമുണ്ട് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ അവധി അനുവദിക്കാം, അതേപോലെ തന്നെ തള്ളിക്കളയാം. ഓക്കെ, ഇതിനായി പ്രത്യേക കാരണങ്ങൾ രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. എന്ത് കാരണം കൊണ്ടാണ് തള്ളിക്കളഞ്ഞത് എന്നുള്ള ആ ഒരു കാരണം പറയണം എന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ 407 പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയാണ് പറയുന്നത് അപേക്ഷയിന്മേലുള്ള തീർപ്പ്. ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അവരുടെ ആ ഒരു വിവേചന അധികാരത്തെയാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവധി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പൂർണ്ണമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ വിവേചന അധികാരമാണ്. അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ട ആ ഒരു ബാധ്യത ആർക്കില്ല? ഉദ്യോഗസ്ഥർക്ക് ഇല്ല. ഇതാണ് 407 പറയുന്നത് അപേക്ഷയിന്മേലുള്ള തീർപ്പ്. എന്താണ് ആ 407 പറയുന്നത്? എന്താണ്? അപേക്ഷയിന്മേലുള്ള തീർപ്പ്. അർഹത നോക്കി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അർഹത നോക്കി തീർപ്പ് കൽപ്പിക്കേണ്ടതും അവധി അനുവദിക്കുവാൻ അധികാരമുള്ള അതോറിറ്റിക്ക് ഏതപേക്ഷയും ഒരു കാരണവും രേഖപ്പെടുത്താതെ തന്നെ നിരസിക്കുവാനും കഴിയും എന്ന് പറയുന്ന റൂൾ നമ്പറാണ് 407. അപ്പോൾ 407 പറയുന്നത് എന്താണ്? അപേക്ഷയിന്മേലുള്ള തീർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 408 ഇത് കുറച്ച് കുഴയും, കാരണം ഞാൻ കുറച്ച് ലോങ് ആയിട്ട് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ നിന്നും എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന നമ്മുടെ റാങ്ക് ഫയൽ, അതേപോലെ തന്നെ നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 408 റൂൾ നമ്പർ 408 പറയുന്നത് എന്താണ്? അവധി കാലയളവ് കണക്കാക്കുന്നത്. അപ്പോൾ റൂൾ നമ്പർ 408 പറയുന്നത് എന്താണ്? അവധിയുടെ കാലയളവ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ അവധി വ്യവസ്ഥകൾ ലംഘിക്കാത്തിടത്തോളം അവധി കാലയളവ് ശിക്ഷയുടെ ഭാഗമായി കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവധിയുടെ ആ ഒരു വ്യവസ്ഥകൾ നമ്മുടെ നമ്മുടെ അവധിയുടെ ആ ഒരു തടവുകാരനുണ്ടല്ലോ, അവധി വ്യവസ്ഥകൾ അവൻ എപ്പോഴാണോ ലംഘിക്കാത്തിടത്തോളം കാലം ആ ഒരു അവധി കാലയളവും എന്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കണം? ശിക്ഷയുടെ ഭാഗമായിട്ട് കണക്കാക്കണം. എന്ന് പറയുമ്പോൾ ഇന്നൊരു 10-15 ദിവസത്തേക്ക് അവൻ എന്ത് ചെയ്തു? അവനെ അവധിക്ക് വിട്ടു. ആ ഒരു ദിവസവും കൂടി എന്ത് ചെയ്യണം? അത് ശിക്ഷയുടെ ഭാഗമായിട്ട് ആ ഒരു കാലാവധിയായിട്ട് എന്ത് ചെയ്യണം? കണക്കാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യവസ്ഥകളോ ലംഘിച്ചാൽ അവധിയിൽ ആയിരുന്ന കാലയളവ് ജാമ്യമായിട്ട് എന്ത് ചെയ്യണം? കണക്കാക്കണം. അപ്പോൾ അവൻ എന്തെങ്കിലും വ്യവസ്ഥകളോ ലംഘിച്ചു കഴിഞ്ഞാൽ, അവധിക്ക് വിടുമ്പോൾ അവൻ എന്തെങ്കിലും വ്യവസ്ഥകളോ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവധിയിലായിരുന്ന കാലയളവ് എന്തായിട്ട് കണക്കാക്കണം? അത് ജാമ്യമായിട്ട് എന്ത് ചെയ്യും? മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഒരു കലണ്ടർ വർഷത്തിൽ ഗാർഹിക അവധി ഒഴികെയുള്ള 90 ദിവസത്തിലധികമുള്ള അവധി ശിക്ഷയുടെ ഭാഗമായിട്ട് കണക്കാക്കരുത്. എന്നാൽ എന്താണ്?
ഒരു കലണ്ടർ വർഷത്തിലെ ഗാർഹിക അവധി ഒഴികെയുള്ള 90 ദിവസത്തിലധികമുള്ള അവധിയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷയുടെ ഭാഗമായിട്ട് കണക്കാക്കാൻ പാടില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു തടവുകാരൻ്റെ ഏതൊരു ഓവർ സ്റ്റേ അല്ലെങ്കിൽ ഒളിച്ചോട്ട കാലയളവ് മനഃപൂർവ്വമല്ലെന്നും എന്നാൽ അയാളുടെ നിയന്ത്രണത്തിനതീതമായിട്ടുള്ള കാരണങ്ങളാലാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ആ കാലയളവ് ക്രമീകരിക്കാനുള്ള അധികാരം സർക്കാരിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകുന്ന ആ ഒരു ലെവലിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇവൻ പറയുന്നത് എന്താണ്, നമ്മുടെ തടവുകാരനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ തടവുകാരൻ്റെ അവധി കാലയളവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമങ്ങൾ പാലിച്ച് അവധിയിൽ പോയാൽ എന്ത് ചെയ്യണം, ആ കാലയളവ് ശിക്ഷാകാലമായിട്ട് കൂട്ടി ജയിലിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ തടവുകാരന് നേരത്തെ ഇറങ്ങാം. എന്ന് പറയുമ്പോൾ എന്താണ്, 3 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷത്തേക്ക് അവനെ ശിക്ഷിച്ചു എന്നിട്ട് എന്ത് ചെയ്യും, അവന് അവധിക്ക് പോകും. അപ്പോൾ അവൻ അവധിക്ക് പോകുന്ന കാലയളവ് എന്താണ്, അവൻ്റെ ആ ഒരു ശിക്ഷയുടെ കാലയളവായിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് പറയുന്നത്. എന്നാൽ നിയമം ലംഘിക്കുകയോ അനാവശ്യമായി കൂടുതൽ കാലം പുറത്തു നിൽക്കുകയോ ചെയ്താൽ ആ ദിവസങ്ങൾ എന്ത് ചെയ്യും, ശിക്ഷാകാലമായി കണക്കാക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ നിയമം ലംഘിച്ചു, അതേപോലെ തന്നെ അവൻ അനാവശ്യമായിട്ട് കൂടുതൽ കാലം പുറത്ത് നിൽക്കുകയോ ചെയ്താൽ ആ ദിവസങ്ങൾ എന്ത് ചെയ്യില്ല, ശിക്ഷാ കാലമായി കണക്കാക്കില്ല. ഇതാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞെന്തായിരുന്നു, ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ ലാസ്റ്റ് എന്നിരുന്നാൽ തന്നെയും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറയുന്നത് എന്താണ്, അവധി കഴിഞ്ഞ് കൃത്യസമയത്ത് ജയിലിൽ ഹാജരാകാതിരിക്കുകയോ ഒളിച്ചോടുകയോ ചെയ്താൽ സാധാരണഗതിയിൽ അത് ഗൗരവകരമായിട്ടുള്ള നിയമലംഘനമാണ്. നമ്മൾ പഠിച്ചതാണ് എന്താണ്, അതൊരു ഗൗരവകരമായിട്ടുള്ള നിയമലംഘനമാണ്. എന്നാൽ ആ ഒരു നമ്മുടെ തടവുകാരൻ വൈകിയത് മനഃപൂർവ്വമല്ലെന്നും അത് തടവുകാരൻ്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാരണങ്ങൾ. അപ്പോൾ എന്താണ് തടവുകാരൻ്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? എന്ന് പറയുമ്പോൾ എന്താണ്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അസുഖമാവാം, പ്രകൃതിക്ഷോഭമാവാം, അങ്ങനെയുള്ള കാര്യം, ചിലപ്പോൾ ഇവൻ ആരെങ്കിലും തട്ടിക്കൊണ്ട്, അങ്ങനെയുള്ള അറിയാലോ, അങ്ങനെയുള്ള കാരണങ്ങൾ ആകാം. ഓക്കെ, ഇങ്ങനെയുള്ള കാരണങ്ങളാണെന്ത്, നമ്മുടെ തടവുകാരൻ്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്നും സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ആ കാലയളവ് ക്രമീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്, അത് സർക്കാരിനാണ് അധികാരമുള്ളത്. എന്ന് പറയുമ്പോൾ ഇവൻ മര്യാദയ്ക്ക് സമയത്ത് വരാതെ ഇവൻ എന്ത് ചെയ്ത് ടൈം എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കണക്കാക്കില്ല. എന്നാൽ ഇവൻ്റെ നിയന്ത്രണത്തിന് അതീതമായിട്ട് ഇവൻ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുക, പ്രകൃതിക്ഷോഭം വരിക, ഇവൻ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ആ ഒരു അധികാരം, ആ ഒരു കാലയളവ് വീണ്ടും ക്രമീകരിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്, സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ട് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ 408 അവധി കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. അവധി കാലയളവ് കണക്കാക്കുന്നതിനെ കുറിച്ച് 408 പറയുന്നു. നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു തടവുകാരൻ നിയമങ്ങൾ പാലിച്ച് അവൻ അവധിയിൽ പോയാൽ ആ കാലയളവ് എന്ത് ചെയ്യും, അവൻ്റെ ശിക്ഷാകാലമായിട്ട് തന്നെ കണക്കാക്കും. എന്നാൽ അവൻ തിരിച്ച് നിയമം ലംഘിക്കാതെ അനാവശ്യമായിട്ട് കൂടുതൽ കാലം പുറത്തു നിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ എന്തില്ല, ആ ഒരു ദിവസം ശിക്ഷാകാലയളവിൻ്റെ കൂടെ കണക്കാക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് 408 അവധി കാലയളവ് കണക്കാക്കുന്നത്. ഓക്കെ, അത് 408 പറയുന്നു. അടുത്ത 409. എന്താണ് 409 പറയുന്നത്? യാത്രാ ചെലവിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, 409 യാത്രാ ചെലവ്, 409 യാത്രാ ചെലവ്, 409 യാത്രാ ചെലവ്. അപ്പോൾ എന്താണ്, ജയിലിൽ തടവുകാരൻ്റെ ഒരു അക്കൗണ്ടിലും പണം അവശേഷിക്കാത്തതും സ്വന്തം ചെലവിൽ യാത്രാക്കൂലി വഹിക്കാൻ സാധിക്കാത്തതുമായ തടവുകാർ അവധിയിൽ പോകുമ്പോൾ സർക്കാർ യാത്രാക്കൂലി അനുവദിക്കേണ്ടതാണ്. എന്താണ് അറിയാമല്ലോ? അപ്പോൾ നമ്മുടെ സ്വന്തം ജയിലിൻ്റെ തടവുകാരൻ്റെ അയാളുടെ അക്കൗണ്ടിലും പണമില്ല, അതേപോലെ തന്നെ അയാൾ അവിടെ ആ ഒരു ജോലി ചെയ്ത ആ ഒരു ഇതിലും ഇല്ല, അയാളുടെ കയ്യിൽ പണം ഇല്ല. അങ്ങനെയുള്ള അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാളുടെ യാത്രാക്കൂലി ആര് വഹിക്കണം? സർക്കാർ എന്ത് ചെയ്യണം, യാത്രാക്കൂലി അയാൾക്ക് അനുവദിക്കണം അല്ലെങ്കിൽ വഹിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജയിലിൽ തടവുകാരൻ്റെ അവൻ്റെ ഒരു അക്കൗണ്ടിലും പണം അവശേഷിക്കാത്തതും സ്വന്തം ചെലവിൽ യാത്രാക്കൂലി വഹിക്കാൻ സാധിക്കാത്തതുമായ തടവുകാരാണെങ്കിൽ അവൻ അവധിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, അവൻ്റെ യാത്രാക്കൂലി എന്ത് ചെയ്യണം, സർക്കാർ അവന് അനുവദിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഈ ചട്ടത്തിൽ തടവുകാരൻ്റെ അക്കൗണ്ടിലുള്ളതായി വിവക്ഷിക്കുന്നത് തടവുകാരൻ്റെ സ്വകാര്യ പണമോ. അപ്പോൾ
ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ തടവുകാരൻ്റെ പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ്റെ സ്വകാര്യ പണം എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രൈവറ്റ് ആ ഒരു പൈസ, അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഇനത്തിലുള്ള തുക, പിന്നെന്താണ് ജയിലിലെ വേതനം. ഈ 3 കാര്യങ്ങളാണ് അവൻ്റെ പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ അവൻ്റെ കയ്യിലുള്ള പൈസ, അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഇനത്തിലുള്ള തുക, അതേപോലെ തന്നെ എന്താണ് അവൻ ജയിലിൽ നിന്ന് അവന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന വേതനം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവൻ്റെ സ്വകാര്യ, നമ്മുടെ തടവുകാരൻ്റെ അക്കൗണ്ടിലുള്ള പണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. 409 വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല. 409 ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം, അത് 409 ഒരിക്കലും വരില്ല. അതിൻ്റെ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുള്ളൂ. 406 വരാം, 407 ചെറിയ കൺഫ്യൂഷൻ വരാം. ഞാനത് കൺഫ്യൂഷൻ വരാത്ത രീതിയിലാണ് ആദ്യം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. വലിയ കാര്യമുള്ള കാര്യം അല്ല. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരണമെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടി കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യാം, നോക്കി പോവാം. ഓക്കെ, അപ്പോൾ 409 പറയുന്നത് എന്താണ്? യാത്രാ ചെലവിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു തടവുകാരൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് സർക്കാർ അനുവദിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് 409 യാത്രാ ചെലവ്. അടുത്ത് 410 പറയുന്നത് എന്താണ്ടാ? മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. അപ്പോൾ റൂൾ നമ്പർ 410 എന്താണ്? മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. എന്ത് കേസുകൾ നിലനിൽക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 410 പറയുന്നത് എന്താണ്? മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. ഇതിൽ പറയുന്ന കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടാത്ത തടവുകാരന് അവധി ലഭിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, മറ്റ് കേസുകൾ എന്ന് പറയുമ്പോൾ മറ്റ് കേസുകൾ നമുക്ക് പറയാം. മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടാത്ത ഒരു തടവുകാരനുണ്ടെങ്കിൽ അവന് അവധി ലഭിക്കില്ല. ഓക്കെ, കൂടാതെ പിഴ അടയ്ക്കാത്തത് കൊണ്ട് ലഭിക്കുന്ന അധിക തടവും. അപ്പോൾ നമ്മൾ BNSS ഒക്കെ പഠിക്കുമ്പോൾ എന്താണ്, ഇത്ര വർഷം തടവ്, ഇത്ര രൂപ പിഴ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് 5 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ ഇത്ര വർഷം ശിക്ഷ. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പിഴ അടയ്ക്കാത്തത് കൊണ്ട് ലഭിക്കുന്ന അധിക തടവും അപ്പീലിന് ശേഷമുള്ള ശിക്ഷയും എല്ലാം ചേർത്താണ് ഒരാളുടെ ആകെ ശിക്ഷാ കാലാവധി കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടാത്ത തടവുകാരൻ അവന് അവധി കിട്ടില്ല. കൂടാതെ പിഴ അടയ്ക്കാത്തത് കൊണ്ട് ലഭിക്കുന്ന അധിക തടവും അപ്പീലിന് ശേഷമുള്ള ശിക്ഷയും, അവൻ അപ്പീലിന് പോയി, പിന്നെ അവൻ അപ്പീല് കിട്ടാതെ അവന് ശിക്ഷ കിട്ടി. അപ്പോൾ അപ്പീലിന് ശേഷമുള്ള ശിക്ഷയും എല്ലാം ചേർത്താണ് ഒരാളുടെ ആകെ ശിക്ഷാ കാലാവധി കണക്കാക്കുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഒരു തടവുകാരനും മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ പ്രസ്തുത കേസുകൾക്ക് ജാമ്യത്തിലല്ലെങ്കിൽ അവധി അനുവദിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒരു തടവുകാരനും മറ്റ് കേസുകൾ, വേറെന്തെങ്കിലും കേസുകൾ നിലനിൽക്കുമ്പോൾ ആ പ്രസ്തുത കേസുകൾക്ക് അവന് ജാമ്യം കിട്ടിയില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, അവധി അനുവദിക്കുവാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് ഈ ചട്ടങ്ങളിൽ ശിക്ഷ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അപ്പീൽ അഥവാ റിവിഷൻ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെട്ടതോ ഒന്നിൽ കൂടുതൽ ശിക്ഷകളുടെ ആകെ കാലയളവോ ഫൈനോ സെക്യൂരിറ്റി തുക ഇവ ഒടുക്കാത്തതിന് പകരമായ തടവ് ശിക്ഷയോ എന്നാവുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? അപ്പോൾ ഈ ചട്ടങ്ങളിൽ, ഈ കാര്യങ്ങളിൽ ശിക്ഷ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് ഈ ഒരു അപ്പീൽ അഥവാ റിവിഷൻ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെട്ടതോ, അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ശിക്ഷകളുടെ ആകെ കാലയളവോ അല്ലെങ്കിൽ ഫൈന്, സെക്യൂരിറ്റി തുക ഇതൊക്കെ ഒടുക്കാത്തതിന് പകരമായിട്ട് അവൻ തടവ് ശിക്ഷ നൽകുക. ഇതാണെന്ത് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു തടവുകാരന് നിലവിൽ ശിക്ഷ അനുഭവിക്കുന്ന കേസ് കൂടാതെ മറ്റ് കേസുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പെൻഡിങ് കേസ് അറിയാലോ, പെൻഡിങ് കേസ്. അപ്പോൾ അങ്ങനെയുള്ള മറ്റ് കേസുകൾ നിലവിലുണ്ടെങ്കിൽ ആ കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവന് അവധി അനുവദിക്കുവാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റ് കേസുകളിൽ ജാമ്യം ലഭിക്കാത്ത ഒരാൾക്ക് എന്ത് കിട്ടില്ല, അവധി അർഹത ഉണ്ടായിരിക്കില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകൂടി പറയാം. നമ്മൾ 410 മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു റൂളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരു തടവുകാരന് നിലവിൽ അവനൊരു ശിക്ഷ അനുഭവിക്കുന്ന കേസ് കൂടാതെ മറ്റ് കേസുകൾ ഉണ്ടെങ്കിൽ
ആ കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവൻ എന്ത് കിട്ടുള്ളൂ, അവധി കിട്ടുള്ളൂ. അപ്പോൾ മറ്റ് കേസുകളിൽ ജാമ്യം ലഭിക്കാത്ത ഒരാൾക്ക് അവധി കിട്ടുമോ? അവധി കിട്ടൂല. ഇതാണ് ഒന്നാമത് പറഞ്ഞത്. ഓക്കെ, അടുത്ത് പറഞ്ഞത് എന്താണ്? ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് പറഞ്ഞത്. അവധിക്ക് അപേക്ഷിക്കുമ്പോൾ പരിഗണിക്കുന്ന ശിക്ഷാ കാലാവധി എന്നത് എന്തൊക്കെയാണ്? നമ്മുടെ തടവുകാരൻ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപ്പീൽ കോടതി അന്തിമ തീരുമാനമെടുത്ത ശിക്ഷ, അത് ഒന്നാമത്. അപ്പോൾ അവധിക്ക് അപേക്ഷിക്കുമ്പോൾ പരിഗണിക്കുന്ന ശിക്ഷാ കാലാവധി എന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ തടവുകാരൻ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപ്പീൽ ശിക്ഷാ കോടതി അന്തിമ തീരുമാനമെടുത്തിട്ടുള്ള ശിക്ഷ. അത് കഴിഞ്ഞ് എന്താണ്? ഒന്നിലധികം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷകളെല്ലാം കൂടി ചേർത്തുള്ള ആ ഒരു കാലയളവ്. കോടതി വിധിച്ച പിഴ അടയ്ക്കാത്തതിനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി തുക കെട്ടിവയ്ക്കാത്തതിനോ പകരമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന അധിക തടവ് ശിക്ഷയും ഇതിൽ ഉൾപ്പെടും. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ എന്തോ പോലെ തോന്നും. സിമ്പിളായിട്ട് പറഞ്ഞു. നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു, മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടാത്ത ഒരു തടവുകാരന് എന്തില്ല, അവൻ അവധി കിട്ടൂല. ഇത്രയും പഠിച്ചാൽ ഓക്കെ. കൂടാതെ അവൻ പിഴ ശിക്ഷ അടയ്ക്കാത്തത് കൊണ്ട് കിട്ടുന്ന അധിക തടവും അതേപോലെ തന്നെ അപ്പീലിന് ശേഷമുള്ള ശിക്ഷയും എല്ലാം ചേർത്താണ് എന്ത് ചെയ്യുന്നത്, ഒരാളുടെ ആകെ ശിക്ഷാ കാലാവധി കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിക്കാം, എല്ലാം ഒരേ മീനിങ് ആണ്. ഞാൻ പറഞ്ഞ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ 410 പറയുന്നത് മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. അപ്പോൾ 410 മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ 410 പറയുന്നത് എന്താണ്? മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. ഓക്കെ, അടുത്ത് 411 പറയുന്നത് എന്താണ്? നിരീക്ഷണം. അപ്പോൾ 411 പറയുന്നത് എന്താണ്? നിരീക്ഷണം. 411 നിരീക്ഷണം. ആരുടെ നിരീക്ഷണം? നമ്മുടെ തടവുകാരനെ നിരീക്ഷിക്കുന്നത്. ആരാണ്? അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തടവുകാരൻ അവധിയിലായിരിക്കുമ്പോൾ, അപ്പോൾ ഒരു തടവുകാരൻ അവൻ്റെ ഏരിയയിൽ എന്ത് ചെയ്തു, അവൻ അവധിക്ക് വന്നു. അപ്പോൾ അവൻ അവധിയിലായിരിക്കുമ്പോൾ സ്ഥലം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കർശന നിരീക്ഷണത്തിലായിരിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു തടവുകാരൻ അവൻ്റെ ഏരിയയിൽ എന്ത് ചെയ്തു, അവൻ അവധിക്ക് വന്നു. അപ്പോൾ എന്താണ്, അവിടുത്തെ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും ആര്? ഈ ഒരു തടവുകാരൻ. ഒരു തടവുകാരന് അവധി വിടുതൽ ചെയ്യുമ്പോൾ ജയിൽ സൂപ്രണ്ട് വിവരം സ്ഥലം പോലീസ് സബ് ഇൻസ്പെക്ടറെ അറിയിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു തടവുകാരനെ അവധിയിൽ വിടുമ്പോൾ എന്ത് ചെയ്യണം? ജയിൽ സൂപ്രണ്ട് അവൻ്റെ ഏരിയയിലുള്ള സബ് ഇൻസ്പെക്ടറെ എന്ത് ചെയ്യണം? ഇങ്ങനെ അവനെ ഞാൻ വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണം. ഒരു തടവുകാരൻ അവധിയിൽ വിടുതൽ ചെയ്യപ്പെട്ടാൽ കഴിയുമെങ്കിൽ ആ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ പ്രാദേശിക പോലീസ് അധികാരിയുടെ മുൻപാകെ ഹാജരായി വിടുതൽ ഉത്തരവ് സാക്ഷ്യപ്പെടുത്തി മടങ്ങി വരുമ്പോൾ ജയിൽ ഓഫീസിൽ സമർപ്പിക്കേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു തടവുകാരൻ അവധിയിൽ പോകുമ്പോൾ എന്താണ് ചെയ്യപ്പെട്ടാൽ കഴിയുമെങ്കിൽ, അപ്പോൾ അവനെ ഇന്ന് വിട്ടു, പറ്റുമെങ്കിൽ എന്താണ് ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ആ ഒരു തടവുകാരൻ അവൻ്റെ ആ ഒരു മേഖലയിലുള്ള പ്രാദേശിക പോലീസ് അധികാരിയുടെ മുൻപാകെ എന്ത് ചെയ്യണം? ഹാജരായി വിടുതൽ ഉത്തരവ് എന്ത് ചെയ്യണം? സാക്ഷ്യപ്പെടുത്തണം. ഓക്കെ, അതിനാണ് മടങ്ങി വരുമ്പോൾ ജയിൽ ഓഫീസിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഉത്തരവ് സമർപ്പിക്കുകയും വേണം. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ 411 പറഞ്ഞത് നിരീക്ഷണത്തെക്കുറിച്ചാണ്. ഒരു തടവുകാരൻ അവൻ അവധിയിലായിരിക്കുമ്പോൾ ആ ഒരു സ്ഥലത്തെ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും അവൻ. അതേപോലെ തന്നെ ആ ഒരു തടവുകാരനെ അവധി വിടുതൽ ചെയ്യുമ്പോൾ ജയിൽ സൂപ്രണ്ട് ആ ഒരു വിവരം എന്ത് ചെയ്യണം? അത് നേരെ അപ്പോൾ തന്നെ സ്ഥലം പോലീസ് സബ് ഇൻസ്പെക്ടറെ അറിയിക്കണം. അതേപോലെ തന്നെ ഈ ഒരു തടവുകാരൻ അവധിയിൽ വിടുതൽ ചെയ്യപ്പെട്ടാൽ കഴിയുമെങ്കിൽ എന്താണ് അന്ന് തന്നെ ആ ദിവസമോ അതല്ലെങ്കിൽ അടുത്ത ദിവസമോ എന്ത് ചെയ്യണം? പ്രാദേശിക പോലീസ് അധികാരിയുടെ മുൻപാകെ ഹാജരായി വിടുതൽ ഉത്തരവ് എന്ത് ചെയ്യണം? അവിടെ സാക്ഷ്യപ്പെടണം. അതേപോലെ തന്നെ മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? അത് ജയിൽ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. ഇതാണ് 411 പറയുന്നത്. ഓക്കെ, അപ്പോൾ 411 നമ്മൾ പറഞ്ഞ എന്താണ്? നിരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ 411 പറഞ്ഞത്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത 412 തിരികെ വിളിക്കുവാനുള്ള അധികാരം. അപ്പോൾ ആരെ തിരികെ വിളിക്കുവാനുള്ള അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ്? നമ്മുടെ തടവുകാരൻ. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 412 എന്താണ്ട? തിരികെ വിളിക്കുവാനുള്ള അധികാരം. ശ്രദ്ധിക്കുക, 412 തിരികെ വിളിക്കുവാനുള്ള അധികാരം. തടവുകാരൻ്റെ ദുർനടത്തിപ്പിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയാലുടൻ ജയിൽ സൂപ്രണ്ട് അയാളെ
തിരികെ വിളിക്കേണ്ടതാണ്. അപ്പോൾ അവൻ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനായിരുന്നു ജയിലിൽ. അങ്ങനെ എന്ത് ചെയ്തു, അവന് അവധി കൊടുത്തു. അവൻ നമ്മുടെ ജയിൽ സൂപ്രണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരെ എന്ത് ചെയ്തു, അവൻ്റെ നാട്ടിലേക്ക് വിട്ടു. അവധിക്കാണ് വിടുന്നത്. അപ്പോൾ വിടുമ്പോൾ എന്ത് ചെയ്യും, നേരെ നമ്മുടെ അവൻ്റെ ആ ഒരു ഏരിയയിലുള്ള നമ്മുടെ പോലീസിന് എന്ത് ചെയ്യും, അവനിങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ജയിൽ സൂപ്രണ്ട് അറിയിക്കും. ഓക്കെ, ഉത്തരവ് എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ കൈമാറണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു തടവുകാരൻ അങ്ങനെ അവൻ്റെ ഏരിയയിൽ വന്നു. അവൻ്റെ നല്ല സൽസ്വഭാവിയായിരുന്നു അവൻ. പിന്നെയും വന്ന് അവൻ്റെ ഏരിയയിൽ വന്ന് എന്ത് ചെയ്തു, അവൻ ഒരു കുണ്ടണി പരിപാടികളൊക്കെ അവൻ കാണിച്ചു തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജയിൽ സൂപ്രണ്ട് അവനെ തിരികെ വിളിക്കുന്ന ആ ഒരു അവസ്ഥ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ തടവുകാരൻ്റെ ദുർനടത്തിപ്പിനെ കുറിച്ച് നാട്ടിൽ വന്ന് അവൻ എന്ത് ചെയ്തു, പിന്നെ അവൻ്റെ അലുമ്പ് പരിപാടികൾ ആ ഒരു അവധി ദിവസങ്ങളിൽ എന്ത് ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെയൊരു അറിയിപ്പ് കിട്ടിയാൽ ഉടൻ ജയിൽ സൂപ്രണ്ട് ആരെ തിരികെ വിളിക്കണം, ഈ ഒരു തടവുകാരനെ തിരികെ വിളിക്കേണ്ടതാണ്. ഇതിനായിട്ട് അടിയന്തര നടപടിയെടുക്കുവാനും തടവുകാരനെ ഹാജരാക്കാനും ആവശ്യപ്പെട്ട് സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട് പോലീസിന് എഴുതേണ്ടതും പോലീസ് ഉടൻ തടവുകാരനെ ജയിലിൽ ഹാജരാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, ആ ഒരു പ്രാദേശിക പോലീസ് സൂപ്രണ്ടിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും ഈ ഒരു തടവുകാരൻ. അപ്പോഴെന്ത് ചെയ്യും, യവനിവിടെ ഭയങ്കര കുഴപ്പമാണെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ജയിൽ സൂപ്രണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജയിൽ സൂപ്രണ്ട് നേരെ നമ്മുടെ പോലീസിന് എന്ത് ചെയ്യും, യവനെ പെട്ടെന്ന് തൂക്കിക്കൊണ്ടുവരാനുള്ള നിർദ്ദേശം എന്ത് ചെയ്യും, പോലീസിന് കൊടുക്കും. അപ്പോഴെന്ത് ചെയ്യും, പോലീസ് ഉടൻ തന്നെ ഈ തടവുകാരനെ തൂക്കിയെടുത്ത് എന്ത് ചെയ്യും, ജയിലിൽ ഹാജരാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് 412 നമ്മൾ പഠിച്ചത്. അപ്പോൾ 412 മനസ്സിലായെന്ന് കരുതുന്നു. തിരികെ വിളിക്കുവാനുള്ള അധികാരം. ആരെ തിരികെ വിളിക്കുവാനുള്ള അധികാരം? നമ്മുടെ തടവുകാരനെ നമ്മുടെ അവധിക്ക് വിടുമ്പോൾ അവൻ്റെ കയ്യിലിരിപ്പ് ശരിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ജയിൽ സൂപ്രണ്ടിനെ അയാളെ തിരികെ വിളിക്കാം. തിരികെ വിളിക്കുമ്പോൾ എന്താണ്, ഇതിനായിട്ട് അടിയന്തര നടപടി എടുക്കുവാനും തടവുകാരനെ ഹാജരാക്കാനും ജയിൽ സൂപ്രണ്ട് ആരെ അറിയിക്കണം, പോലീസിന് എഴുതേണ്ടതും പോലീസ് എന്ത് ചെയ്യണം, ഇയാളെ തൂക്കിയെടുത്ത് ജയിലിൽ ഹാജരാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. 412 ഓർത്തു വച്ചേക്കുക, തിരികെ വിളിക്കുവാനുള്ള അധികാരം. 412 തിരികെ വിളിക്കുവാനുള്ള അധികാരം. 412 തിരികെ വിളിക്കുവാനുള്ള അധികാരം. ഓക്കെ, അടുത്ത് 413. അപ്പോൾ നമ്മൾ 412 പറഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, 413. എന്താണ് 413? 413 പറയുന്നത് വിടുതൽ സമയമാണ്. നമ്മുടെ ലാസ്റ്റ് റൂളാണ് 413. അധ്യായം 30 അവധി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് റൂളാണ് 413. അപ്പോൾ 413 പറയുന്നത് എന്താണ്ടാ, വിടുതൽ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വിടുതൽ സമയം 413 അനുസരിച്ച് എന്ത് ചെയ്യാം നോക്കാം. അവധിയിൽ വിടുതൽ ചെയ്യുന്നത് ഏതൊരു ദിവസവും സൂര്യോദയത്തിന് ശേഷവും ലോക്കപ്പിന് മുൻപും ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരാളെ അവധിയിൽ വിടുന്നത് ഏതൊരു ദിവസവും എപ്പോഴായിരിക്കണം, സൂര്യോദയത്തിന് ശേഷവും. സൂര്യോദയത്തിന് മുമ്പല്ല, സൂര്യോദയത്തിന് ശേഷവും. എന്നാൽ ലോക്കപ്പിന് മുൻപും ആയിരിക്കേണ്ടതാണ്. ഓക്കെ, ലോക്കപ്പ് എന്ന് പറയുമ്പോൾ അറിയാം, എല്ലാവരും അവരെ തിരിച്ചു കയറ്റുന്ന സമയം. അപ്പോൾ അവധിയിൽ വിടുതൽ ചെയ്യുന്നത് ഏതൊരു ദിവസവും സൂര്യോദയത്തിന് ശേഷവും എന്നാൽ ലോക്കപ്പിന് മുൻപും ആയിരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. രാത്രി 12 മണിക്കൊന്നും ഇറക്കി വിടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 413 പറയുന്നത് വിടുതൽ സമയത്തെക്കുറിച്ചാണ്. വിടുതൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു അവധിയിൽ വിടുന്ന തടവുകാരനെ അവധിയിൽ വിടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് അവധി എന്ന് പറയുന്ന അധ്യായമാണ്. ഓക്കെ, അപ്പോൾ 413 പറയുന്നത് എന്താണ്, വിടുതൽ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവധിയിൽ വിടുതൽ ചെയ്യുന്നത് ഏതൊരു ദിവസവും എന്താണ്, സൂര്യോദയത്തിന് ശേഷവും എന്നാൽ ലോക്കപ്പിന് മുൻപും ആയിരിക്കേണ്ടതാണ്. ഇതാണ് 413 പറയുന്നത്. ഓക്കെ, ഇതാണ് 413. അപ്പോൾ 413 പറയുന്നത് വിടുതൽ സമയത്തെക്കുറിച്ചാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അധ്യായം നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഏതാണ് നമ്മൾ മെയിൻ ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അധ്യായം 30 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യായം 30 പറയുന്നത് എന്താണ്, അവധിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, അധ്യായം 30 അവധി. അതിൽ ആദ്യം നമ്മൾ നോക്കിയത് 397 പറയുന്നത് എന്താണ്, വിവിധ തരം അവധികളെക്കുറിച്ചാണ് 397 നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് 398 നമ്മളെന്ത് പറഞ്ഞു, തടവുകാരൻ ഗുരുതരമായ രോഗബാധിതനായാൽ. 398 പറഞ്ഞത് എന്താണ്, തടവുകാരൻ ഗുരുതരമായ രോഗബാധിതനായാൽ. അത് കഴിഞ്ഞ് അതിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 399 പുനരവലോകന സമിതി.
399 പുനരവലോകന സമിതിയെക്കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 400 പറഞ്ഞു. എന്തായിരുന്നു? അടിയന്തര അവധിയെക്കുറിച്ചാണ് 400 പറയുന്നത്. 400 അടിയന്തര അവധി. 401 എന്തായിരുന്നു? അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കൽ. 401 എന്താണ്? അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കൽ. അടുത്ത 402 എന്താണ്? അവധിക്കുള്ള അപേക്ഷകൾ. 402 അവധിക്കുള്ള അപേക്ഷകൾ. അപ്പോൾ 401 അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കൽ, 402 അവധിക്കുള്ള അപേക്ഷകൾ. ഓക്കെ. അത് ഈ 403 എന്താണ്? അപേക്ഷ നൽകേണ്ട ആൾ. 403 അപേക്ഷ നൽകേണ്ട ആൾ. ഓക്കെ. 404 എന്തായിരുന്നു? അപ്പീൽ. 404 നമ്മൾ പഠിച്ചു, അപ്പീൽ. ഓക്കെ. അടുത്ത 405 ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കൽ. 405 ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലാണ് 405. ഓക്കെ. അടുത്ത 406 എന്തായിരുന്നു? ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നത്. അപ്പോൾ 406 എന്തായിരുന്നു? ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നത്. 407 എന്താ? അപേക്ഷയിന്മേലുള്ള തീർപ്പ്. 407 എന്തായിരുന്നു? അപേക്ഷയിന്മേലുള്ള തീർപ്പാണ് 407 പറയുന്നത്. അതേ 408 എന്തായിരുന്നു? അവധി കാലയളവ് കണക്കാക്കുന്നത്. 408 അവധി കാലയളവ് കണക്കാക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം അധ്യായം നോക്കുക. അധ്യായം 30 അവധി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? റൂൾ നമ്പറും അതിൻ്റെ മെയിൻ ടോപ്പിക് ഹെഡിങ്ങും എന്ത് ചെയ്യുക? പഠിച്ച് ഉറപ്പാക്കുക. ഓക്കെ. 408 പറയുന്നത് എന്താണ്? അവധി കാലയളവ് കണക്കാക്കുന്നത്. അടുത്ത 409 എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു യാത്രാ ചെലവ്. 409 യാത്രാ ചെലവിനെ കുറിച്ച് പറഞ്ഞു. 410 മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. 410 പറയുന്നത് എന്താണ്? മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. അത് കഴിഞ്ഞ് 411 എന്താണ്? 411 നിരീക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. 411 എന്തിനെക്കുറിച്ച് പറയുന്നു? നിരീക്ഷണത്തെക്കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് 412 പറയുന്നത് എന്താണ്? തിരികെ വിളിക്കുവാനുള്ള അധികാരം. 412 പറയുന്നത് എന്താണ്? തിരികെ വിളിക്കുവാനുള്ള അധികാരത്തെക്കുറിച്ചാണ് 412 പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ഏത് പഠിച്ചു? 413 പറയുന്നത് എന്താണ്ടാ? വിടുതൽ സമയത്തെക്കുറിച്ചാണ് 413 പറയുന്നത്. അപ്പോൾ 413 നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? വിടുതൽ സമയത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അധ്യായം 30 അവധി എന്ന് പറയുന്ന ടോപ്പിക്കിലെ നമ്മുടെ പഠിക്കാനുള്ള റൂളുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അധ്യായം 30 അവധി എന്ന് പറയുന്ന അധ്യായം എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് സൈക്കോളജിയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പഠിത്തം കട്ടയ്ക്ക് പോവുക. കാരണം എന്താണ്? എക്സാം ഉടനെ കാണും, അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എക്സാം ഉടനെ കാണുമെന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞല്ലേ, 6 മാസം കഴിഞ്ഞല്ലേ, 2 മാസം കഴിഞ്ഞല്ലേ, 3 മാസം കഴിഞ്ഞല്ലേ, ഈ ഒരു ഇത് വെച്ചുകൊണ്ട് നിൽക്കരുത്. എക്സാം പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങനെ സമയവും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കണക്ക് കൂട്ടരുത്. മാക്സിമം എന്ത് ചെയ്യുക? പഠിച്ച് പെട്ടെന്ന് ജോലിക്ക് കയറുക. ഓക്കെ. പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ എന്ത് ചെയ്യുക? കൂടെ കൊണ്ട് നടക്കുക. ചിലർ നെഗറ്റീവ് അടിക്കാൻ കൂടെ നല്ല വൃത്തിയായിട്ട് കാണാം. എന്താണ്? ഇനി 3 മാസമുണ്ട്, 4 മാസമുണ്ട്, 5 മാസമുണ്ട്, അങ്ങനെയൊന്നും നിൽക്കരുത്. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? പഠിച്ച് ജോലിക്ക് കയറുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയാൽ നമ്മുടെ കുറച്ച് റൂൾസ് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ഞാൻ ഓരോ റൂൾസിനെയും പല ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അത് അങ്ങനെ പറഞ്ഞു തന്നത് ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ എടുത്ത് നിങ്ങൾക്ക് ഉരുട്ടി തന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ ഭാഗത്തിനെ പല ഭാഗങ്ങളായിട്ട് മുറിച്ച് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് കൊള്ളാമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് മാത്രം കാണരുത്. ഈ ഞാനിപ്പോൾ പറയുന്ന കാര്യം കേൾക്കുന്നവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ലാസ്റ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യില്ല? ഭൂരിഭാഗം ആൾക്കാരും കാണില്ല. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.